പിന്നെ ലാസ്റ്റത്തെ ഇഞ്ചക്ഷൻ പിന്നെ 15 ദിവസം അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറാളാൻ പോകാണ്ട സമയമായിരുന്നു. അതല്ല കൂടുതൽ ഞാൻ പാമ്പിനെ കുറിച്ച് പറയാണ്ടിരുന്നത്. ഇങ്ങനെ കയറി നേരെ നമുക്ക് വീടിന്റെ ചുറ്റും ദൈവം വേദന കിട്ടി കഴിഞ്ഞാൽ ഈ ഇരിപ്പാണ് പാവം തോന്നും നമുക്ക്. നമ്മൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാ വായോട്ടാ. ഇന്ന് നമുക്ക് രാവിലെ എന്താ പറയുക കഞ്ഞൊന്നല്ല, ഇന്ന് പുട്ടും കൊല്ലിഷ്ടം വയ്ക്കാമെന്ന് വിചാരിച്ചു പോണത്. അപ്പം ഞാൻ പറമ്പിലേക്ക് നമുക്ക് കൊള്ളി പറിക്കണം. പിന്നെ അത് മാത്രമല്ല ഷായിട്ട് ഒരു മഴയുടെ തോർച്ചയും കണ്ടപ്പോൾ പറമ്പിൽ കുറച്ച് ഭാഗമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. പോവാ വഴുക്കലുണ്ട് അവിടേക്ക്. നല്ല മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യണേക്കാളും മുന്നേ വേണം നമ്മുടെ പണികളൊക്കെ കഴിച്ചിറക്കാനായിട്ട്. ഷായിട്ടാണെങ്കിൽ ആ പറമ്പിൽ എനിക്ക് കുറച്ച് ചെടികൾ മേടിച്ചു കൊണ്ടുവന്നുണ്ട് നമ്മുടെ സെൻറ്റുമല്ലിക്ക്. അപ്പോൾ അതൊക്കെ വെക്കണം. അപ്പോൾ അതിനുള്ള സ്ഥലമാണ് ഷായിട്ട് ഇവിടെ ശരിയാക്കണത്. ഇവിടേക്ക് നമ്മുടെ ആദ്യം മുളകൊക്കെ നിന്ന സ്ഥലമായിരുന്നു കേട്ടാ. ഇവിടെ പുതിയ നമ്മുടെ ഓണൊക്കെ നമുക്ക് പൂവാക്കി എടുക്കണം അല്ലേ ഷായിട്ടാ? ഒരു മാറ്റം ഇടയ്ക്ക് ഇവിടെ സ്ഥിരം പച്ചമുളകിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതിനൊന്നും ഒരു മാറ്റം വരുത്താന്ന് വെച്ചു. പിന്നെ ഷായേട്ടൻ്റെ പാൻറ്റും ഷർട്ടും ഇട്ട് കളക്കിയിട്ട് നോക്കണ്ട കേട്ടാ. കാരണം ഷായേട്ടൻ തന്നെ പറയൂ. ഒന്ന് പറഞ്ഞ ഷായിട്ടാ. ഈ മഴ പെയ്ത് തുടങ്ങിയപ്പോഴേ നിറച്ച് കൊതുവാ. നിറച്ച് നമ്മുടെ കുറച്ച് ഭാഗത്തില്ല മോദി എന്തായാലും വന്നിരിക്കില്ല അവര്. അല്ലെങ്കിൽ കയ്യുമ്മിലും കാലുമ്മിലും നിറച്ചാ പൊതിയും നമ്മളെ അതേപോലെയാ. കൈക്കോട്ടുമേ മണ്ണ് പിടിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാ. ഇങ്ങനെ നനഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കളയ്ക്കാനായിട്ട്. പുല്ല് വലിക്കുമ്പോൾ അതെ കുറേ മണ്ണ് വരും. നമ്മുടെ പറമ്പിൽ വെള്ളം നിൽക്കണണ്ട ഫുള്ളൂറ് പിടിച്ച് പോകണതിൻ്റെ കാരണം അതാട്ടാ. ഇപ്പം നമ്മളിത് ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക തടം പോലെ എടുത്തിട്ട് അതിൽ വഴുതിനൊക്കെ നട്ടു കൊടുത്തോണത്. അപ്പോൾ അതിൽ വെള്ളം നിൽക്കാണ്ടിരിക്കും കണ്ട. ബാക്കി ആ തടെടുത്ത ഭാഗിൽ ചാല് പോലത്തെ അതിലൊക്കെ ഇതേപോലെ വെള്ളം നിൽക്കും. അപ്പോൾ അതായത് നമ്മുടെ ഭൂമിയിലെത്തി ഈ ഒപ്പത്തിന് വെള്ളം നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൊള്ളി പറിക്കണ്ടേ. പിന്നെ നമ്മുടെ മഞ്ഞളാട്ടാ. മഞ്ഞളെല്ലാം മുള വന്നു. നമ്മുടെ അവിടുത്തെ പറമ്പിൽ പോവുകയാണെങ്കിൽ വലിയ വലിയ കൊള്ളികളാ. തൽക്കാലം നമുക്കൊരു വീട്ടാവശ്യത്തിനല്ല ഞാൻ ഇവിടുത്തെ പറിക്കാന്ന് വെച്ച്. ചെറിയൊരു കൊള്ളിയാന്ന് വെച്ചിട്ട് പറിക്കുമ്പോഴും കൂടി വലിപ്പം കണ്ട. എനിക്ക് എൻ്റെ കൈ വയ്ക്കും പറയാം വലിപ്പം. നന്നായിട്ട് വേവണ കൊള്ളിയാട്ടാ. കാരണം അന്ന് പോകുമ്പോൾ അമ്മ കുറച്ച് കൊള്ളി പറിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ പറയാ അടപ്പത്തിട്ട് തിളക്കിപ്പിക്കാൻ എന്നെ വെന്ത് തുടങ്ങിയത്. അത്രയും നല്ല കൊള്ളീന്ന്. പച്ചമുളകും പൊട്ടിക്കണം. പച്ചമുളകിനും ചെറുതായിട്ടൊരു വാട്ടൊക്കെ വന്നു തുടങ്ങി. നമ്മളോട് കുറേ പേര് ചോദിച്ചു വേപ്പിൽ എന്താ ചെയ്യാന്നുള്ളത് കേട്ടാ. ഞാൻ
നമ്മുടെ വേപ്പ് കാണുമ്പോൾ ഒരുവിധം നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വേപ്പിൽ എന്താ ചെയ്യണമെന്നുള്ളത്. നമ്മൾ വേപ്പിന് ഒരു വട്ടമാണ് ഞാൻ ഇവിടുത്തെ ഒരു വേപ്പിന് ചെയ്തിട്ടുള്ളൂ. അതെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ഈ ചാളയും കിഴൻ്റെ വേസ്റ്റ് അതല്ലെങ്കിൽ കുറച്ച് ചാള മേടിച്ചിട്ട് നമ്മൾ കട തൊടാതെ ഒന്ന് കുഴിച്ചിട്ടു. അധികം വലിപ്പം വരാത്തൊരു ചെടിക്കാട്ടോ അങ്ങനെ ചെയ്തത്. അത് ചെയ്ത പിന്നെ ആ വേപ്പ് നന്നായി തഴച്ച് വളർന്നു. ഏറ്റവും ഫസ്റ്റത്തെ ആദ്യത്തെ എൻ്റെ വേപ്പായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ആ വേപ്പിനൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്കറിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ കടയ്ക്കുന്ന ഏത് തൈ വലിച്ച് എവിടെ കൊണ്ടുവച്ചാലും ഇതേപോലെ നല്ല തൂപ്പായിട്ട് വളരും അവർ. കാരണം ഞാൻ ഈ ഒരു അറ്റ ഇങ്ങനെ വേപ്പ് നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഞാൻ ഓരോ തൈകൾ വെച്ച് കൊടുത്തതാ. ഇപ്പോൾ വേണ്ടതൊന്നും അധികം വലിപ്പമില്ലാത്ത തൈയാണ്. വേണ്ട നമ്മളിതിൻ്റെ തല അങ്ങനെ ഒടിച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ വേപ്പിൻ്റെ തല ഒടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ ഒടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും പൊടിക്കും. അങ്ങനെ വേപ്പിൻ്റെ തല ഒടിക്കുന്നത് ഇതേപോലെയാണ് ചെയ്തത്. ഈ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ എവിടെ വേപ്പ് കൊണ്ട് പറിച്ച് വെച്ചു അവിടെയൊക്കെ വേപ്പ് ഇതേപോലെ തന്നെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നോൺ വെജ് കഴിക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നല്ലതാണെന്നുള്ളത്. ആ കുട്ടികൾക്കുള്ളത് തരാം. ഇപ്പോൾ കൊണ്ടുവരാം അവർക്കുള്ളത് വെള്ളം കൊടുക്കട്ടെ. ഇനി കൊണ്ടുവരാം കേട്ടോ. എല്ലാവർക്കും തരാം. ഓക്കെ ഞാൻ കുതിർന്ന് നിൽക്കണ നോക്കിയേ. തെണ്ട് ഇപ്പോൾ കൊണ്ടുവരാം. ഞാനേ വലിയ കൊള്ളി എടുത്തില്ല കേട്ടോ. നമുക്ക് ആകെ ഇത്രയും മതി. അപ്പോൾ അതുകൊണ്ടായിരുന്നു ചെറിയ 2 കൊള്ളി എടുത്തുള്ളൂ. നമുക്ക് നോക്കാം. കാരണം മഴ പെയ്തിട്ടും നമ്മുടെ കൊള്ളിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക വേവ് കുറവ് അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടാ. നമുക്ക് ഈ തൊലി പൊളിക്കുമ്പോൾ തന്നെ നോക്കിയാൽ എന്ത് രസമായിട്ടാണെന്ന് അറിയാം പൊളിഞ്ഞ് കിട്ടുക. കാരണം സുഖമായിട്ട് ഇങ്ങനെ തൊലി പൊളിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ കൊള്ളി നന്നായി വേവുന്ന പറയാ. കണ്ട എത്ര ഈസി ആയിട്ടാന്ന് അറിയാം നമുക്ക് പൊളിക്കാൻ കിട്ടണേ. തൊലിയൊക്കെ കളഞ്ഞു. നമുക്ക് കൊള്ളി നന്നാക്കുമ്പോൾ നോക്കിയേ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ നമ്മൾ നുറുക്കിയെടുക്കുന്നത് കൊള്ളിനെ. നമ്മുടെ കൊള്ളിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കേട്ടോ. ഇപ്പം നോക്കി ഞാൻ പറഞ്ഞില്ലേ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കൊള്ളി വേഗം വേവും. ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതിയോളം വേവ് കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഇപ്പം എന്താ പോലെ ഇരിക്കണം അത്രയും പെട്ടെന്ന് വേവണ കൊള്ളിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു മുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണുള്ളൂ. കാരണം നമ്മുടെ ചുവന്ന മുളക് പൊടിക്ക് ഇതിൽ അധികം പ്രാധാന്യം ഇല്ല കേട്ടോ. പിന്നെ നോക്കിയേ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക് അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കും. ഭയങ്കര സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അത് മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണേ. ചൂടുവെള്ളം ഇവിടെ ഇരുന്നിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ കൊല്ലി ഇഷ്ടമാണല്ലോ പുട്ടിലിക്കും ദോശയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇത്തിരി അഴവോട് കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഒപ്പത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതാ മൂടി വയ്ക്കാം. ഇതിൽ വേവട്ടെ. നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കൊള്ളി കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ കൊള്ളി വെന്ത് റെഡി ആയിട്ടോ. ഇതേപോലെ വേവുമ്പോഴാണ് നമ്മുടെ പുട്ടിലിക്കായാലും ദോശയിലേക്കായാലും ഏറ്റവും ടേസ്റ്റ് ഇട്ടാ. ചീനിച്ചട്ടിയൊക്കെ വെച്ച് എന്താ പറയുക ചീനിച്ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളിയായിട്ടോ ചുവന്നുള്ളി ഇതാ വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചുവന്നുള്ളി നോക്കി ഇതേപോലെ ചെറുതായിട്ടൊരു കളറൊക്കെ ഇതാ മാറി തുടങ്ങി. അപ്പോൾ നമ്മുടെ മൺചീനിച്ചട്ടി കാരണം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ. കാരണം ഈ ഒരു ചൂട് മതി ഇനി നമ്മുടെ ഉള്ളി നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഇതാ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാല ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല ഇട്ട് കൊടുത്തതാ ഇളക്കി കൊടുത്ത് നമുക്കിതാ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇത് നോക്കിയേ, നമ്മുടെ ഫുൾ ലിസ്റ്റ് കണ്ടോ റെഡിയായി. ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായി വേവണ കൊള്ളിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഒപ്പം തന്നെ എൻ്റെ പൊട്ടും കൂടി ഇരുന്ന് വേവണുണ്ടായിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഷായറിനെ വിളിച്ച് വേഗം ചായക്കും കൊടുക്കട്ടെ. ഷായറിന് പണിസ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഞങ്ങളിതാ കഴിക്കാനിരുന്നുണ്ടാ. പുറത്താണെങ്കിൽ നല്ല മഴ. കൊള്ളിയണ്ട ശരിക്കും അടപ്പത്ത് ഇട്ടാ മതി. പായസ കൊള്ളി എന്ന് പറയാം, പായസ കൊള്ളി. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കുമ്പോൾ. ഇത് ദോശ, ഇഡ്ഡലി അതൊക്കെ കൂട്ടിയാക്കുമ്പോഴേ നല്ല രസമാണ്. ഞങ്ങൾ ആദ്യം ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഒരു സിനിമ തിയേറ്ററുണ്ട്, അതിന് മുൻപിലൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ദോശയും കൊള്ളിയും കഴിക്കാൻ പോകാറുണ്ട്. അതേമാതിരത്തെ കൊള്ളിയെ അത് ശരിക്കും. പിന്നെ നമ്മുടെ ഈ കൊള്ളി ഇഷ്ടൂട്ടെ ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട് വെക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ചേച്ചി ഞങ്ങൾ വെച്ചിട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ വയ്ക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റും കിട്ടും. കൊള്ളിയും പുട്ടും കട്ടൻ കാപ്പി ഈ മഴക്കാലത്തില്ലേ എന്താ അന്തസ്സത്. നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്കുള്ള പട്ടിയിറച്ചിയാണ്. അപ്പോൾ അത് വലിയ പീസായിട്ട് കിട്ടുക, നമ്മൾ കൊണ്ടുവന്ന് നുറുക്കണേ. നമ്മുടെ ഇറച്ചി നന്നാക്കി കഴുകിയെടുക്കുമ്പോഴേക്കും നല്ല വലിയ ശക്തിയില്ലേ കോഴി കഴിക്കണ പോലത്തെ മഴ പെയ്തു. എൻ്റെ കുട്ടിപ്പട്ടാങ്ങൾക്കുള്ള പാപ്പാണ് കേട്ടോ. അവിടെ ഇരിക്കും. ഞാൻ മൈക്കയുടെ അകത്തേക്ക് കയറി പോയപ്പോഴേ നമ്മൾ വീഡിയോ പിടിച്ചപ്പോൾ ഇവരുടെ സൗണ്ട് ഒന്നും അതിലേക്ക് കേൾക്കാൻ പറ്റാണ്ടായിട്ടാ. കാരണം മൈക്ക് എൻ്റെ മേലാണല്ലോ, ഞാനാണെങ്കിൽ അകത്തേക്കും കയറിപ്പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ അധികം അവരുടെ സൗണ്ടുകളൊന്നും കേൾക്കാത്തൊരു വീഡിയോ കേട്ടോ ഇത്. പക്ഷെ ഞാൻ അകത്തേക്ക് പോയ സങ്കടത്തിലാണ് എല്ലാവരും ഇരിക്കണേ. കാരണം ഫുഡിൻ്റെ ആ മണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അവർക്ക്. പക്ഷെ ഞാൻ ഇതുവരെ അവർക്ക് പച്ചിറച്ചി മണപ്പിക്കാനോ അത് കഴിക്കാനോ ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് കാരണം അങ്ങനത്തെ മണം കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ കയറിപ്പോയി എൻ്റെ സങ്കടമാണ് ഇപ്പോൾ ഈ ഇരിപ്പിൽ മുഴുവൻ കാണുന്നത്. ഞാനേ ആ വലിയ മഴ അത്രയും നമ്മുടെ മഴയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിലേക്ക് നോക്കിയാൽ മതി. നല്ല ശക്തിയിൽ മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ റോഡ് ഇതേപോലെ വെള്ളമാവും. പക്ഷെ മഴ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ പോകുന്നുണ്ട് കേട്ടോ. നിന്നോണം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറാറുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് പറഞ്ഞില്ലേ, ഈ പ്രാവശ്യം നമുക്ക് മഴ അങ്ങനെ തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറാറുണ്ട്. കണ്ട റോഡ് ഫുള്ള് ഇങ്ങനെയാവും അങ്ങോട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആ ഗേറ്റ് വരും ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഞാൻ പറയുകയും ചെയ്തു, ഒരു പാമ്പിനെ കാട്ടി ഇത് ആ പാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അന്ന് നമ്മൾ പോകേണ്ട ഒരു തിരക്കായിരുന്നു. അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകേണ്ട സമയമായിരുന്നു. അതല്ല കൂടുതൽ ഞാൻ പാമ്പിനെ കുറിച്ച് പറയാണ്ടിരുന്നത്. ആ പാമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പൊട്ടിപ്പാമ്പായിരുന്നു, മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറേ ചിലപ്പോൾ ഇവിടെ കാണാട്ടെ ഞാൻ അങ്ങനത്തെ പാമ്പുകൾ, നല്ല വിഷമുള്ള പാമ്പായിരുന്നു. എനിക്കത് അതിനെക്കുറിച്ച് അന്നൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതേപോലെ വെള്ളം കയറുമ്പോഴേ അവർ പൊത്തിലേക്കൊക്കെ വെള്ളം ചെല്ലുമ്പോഴാണ് പാമ്പുകൾ പെട്ടെന്ന് ഇങ്ങനെ പുറമേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ഈ നേരം വരെ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ മഴ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി വെള്ളം കയറൂട്ടാ. ഇതേപോലെ ശക്തിയിൽ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ. അതല്ലേ ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പോവും. അപ്പോൾ വേണ്ട നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇതേക്കണ്ട, ഇങ്ങനെ വരും വെള്ളം നമ്മുടെ ഇത് ഇങ്ങനെ കയറി നേരെ നമുക്ക് വീടിൻ്റെ ചുറ്റ ദ്വീപ് പോലെ ആവാറുണ്ട്. അങ്ങനെയൊന്നും വരലെന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. ഇങ്ങനെ മഴ പെയ്യുക, കുറച്ച് നേരം മഴ പെയ്യാണ്ടിരിക്കുക, പോയി കഴിയും. അത്ര ശക്തിയുള്ള മഴ പെയ്തേ. കുറച്ച് നേരം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇതാ വെള്ളത്തിലിറക്കി കളിക്കാനൊക്കെ വിട്ടുവിട്ടാ. ഇനി ഞങ്ങളിത് കയറാൻ പോവാണ് വീട്ടിയെ.
നാളെ പറ്റുള്ളൂ. മറന്നാണ് അവരോട് വിളിക്കട്ടെ. കേട്ടാ പോവാ നമുക്ക് വാ വേം വാ വേം വാ എല്ലാവരും വാ മറന്നാണ് വാ പാപ്പ് വേണോ പാപ്പ് വേണോ എല്ലാവരും കയറി എല്ലാവർക്കും പാപ്പ് വേണം ആദ്യം ഒന്ന് മെസ്സിക്കുട്ടാ റൊണാൾഡോ മാർഡോണ എല്ലാവർക്കും വരും ഫ്ലാറ്റിന് സമാധാനല്ലേ കല്യാണി ഇത് നല്ല കുട്ടികളായിട്ട് ഇത്ര നേരം കളിച്ചിട്ട് മതി കേട്ടോ. ഓക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തിട്ട് കളിച്ച് പിന്നെ ഇനി നമുക്കിട്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. നാസിമ ഹുസൈൻ ഹായ് നാസിമ. ആമിന ഹക്കീം ഹായ് ആമിന. ശോഭ ഹായ് ശോഭ. ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്ക് പോണത് നമ്മുടെ ഹെൽത്തിലേക്കാട്ടാ. കാരണം ഒരു ഇഞ്ചക്ഷൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. ഇഞ്ചക്ഷൻ എടുത്ത് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അപ്പോൾ പറഞ്ഞുതരാം കേട്ടാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. നമ്മളുണ്ടല്ലോ ഇഞ്ചക്ഷൻ അടിച്ച് വന്നു കേട്ടോ. അപ്പം എനിക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ല. ഷായേട്ടനും മോനാണ് ഇഞ്ചക്ഷൻ അടിച്ചത്. കാരണം എനിക്ക് ഇഞ്ചക്ഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൂച്ച കടിച്ചിട്ടേ നമ്മുടെ സിംബ കടിച്ചിട്ട് അന്ന് നമുക്ക് കുറേ ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് വേണ്ട. പക്ഷെ നമ്മുടെ കുട്ടി പട്ടാണ് എടുത്ത് ഇപ്പം മക്കളും ഷായേട്ടനൊക്കെ പെരുമാറുന്നത്. കാരണം എങ്ങനെ പോലും ചെറിയ കോറിലൊക്കെ അവരൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മോട് പറഞ്ഞു നേർക്കൂട്ടി ഇഞ്ചക്ഷൻ അടിക്കുകയാണ് നല്ലതെന്ന്. അപ്പം അങ്ങനെ 3 ഇഞ്ചക്ഷൻ 21 ദിവസം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒരു ഇഞ്ചക്ഷൻ അടിച്ച് പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴായിട്ട് അടുത്ത ഇഞ്ചക്ഷൻ, പിന്നെ ലാസ്റ്റത്തെ ഇഞ്ചക്ഷൻ പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. അപ്പോൾ സേഫ് ആയല്ലോ നമുക്ക്. അവർക്കാണെങ്കിൽ വികൃതി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണേ. നമ്മളുണ്ടല്ലോ അവിടെ നിന്ന് നമ്മുടെ ഈ പറമ്പിലേക്ക് പോകുന്നു കേട്ടോ. ആ പറമ്പിൽ ഇനി വലിയ കാര്യമായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. മഴ ഇപ്പോൾ ദിവസം ചെല്ലുന്തോറും ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേമ്പൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ മുള വന്നതിൻ്റെ ഒപ്പം വന്നിട്ടാണെങ്കിൽ നിറച്ച് പുല്ല് വന്നു. അപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് വലിച്ച് വൃത്തിയാക്കണം. അപ്പോൾ അടുത്തൊരു മഴ വരുമ്പോഴേക്കും മാക്സിമം സ്പീഡിൽ തന്നെ അത് വലിച്ച് വൃത്തിയാക്കണം. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നതൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്നുള്ളത്. കാരണം അതേപോലെയായിരുന്നു കാലത്ത് മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ നിന്നിരുന്നതേ. കാരണം പുല്ല് വലിച്ച് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് ചേമ്പിന് വല്ല വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞാലേ എന്താ പറയുക, പെട്ടെന്ന് പുല്ല് വരിക. ആ പറമ്പും ഈ പറമ്പും രണ്ടും കൂടിയിട്ട് എന്താ പറയുക നോക്കി എത്താനുള്ളൊരു ബുദ്ധിമുട്ട് അതിൻ്റെയും കൂടിയാണ് കേട്ടാ. കാരണം മഴ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് പുറത്തിറങ്ങാൻ സമയം എന്താ പറയുക പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഇങ്ങനെ മഴ അങ്ങനെയൊക്കെ ആകുമ്പോൾ മഴ തോർച്ചുണ്ടായ സമയത്ത് ചിലപ്പോൾ വന്ന് വരിക്കാൻ നിന്നാൽ വരെ ഈ കട്ട കുത്തിയ പോലെയും മണ്ണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുല്ല് വളർന്നത്. ചേമ്പിൻ്റെ കട പറയാത്ത രീതിയിൽ പറിക്കും വേണേ. അല്ലെങ്കിൽ പിന്നെ ഷായേട്ടന് സുഖമായിരുന്നു കൈക്കോട്ടുകൊണ്ട് പുല്ല് ചെത്തി കളയാൻ. പക്ഷെ ഇത് പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ വന്നപ്പോൾ നമുക്ക് സമയക്കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി ടൈം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ വെറുതെ അവിടെ തീറ്റ വെച്ച് കൊടുത്ത് തിരിച്ച് പോകാൻ ശരിയാവില്ലല്ലോ. അവരുടെ അടുത്ത് അവരുടേതായ കുറേ ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് കുറേ സമയം നമുക്ക് പോവും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ എപ്പോഴും ഈ പറമ്പിലത്തെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് വലിക്കാനോ ഒക്കെ അതിനൊരു സമയക്കുറവ് നന്നായി വന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പേളിക്കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവളിതേ അവിടെ കുറച്ച് പുല്ലും കാട് പോലെ നിൽക്കുന്നുണ്ട്. അതിനുള്ളിലാണ് അവൾ പോയി കിടക്കണത്.
പേളിക്കുട്ടിക്ക് പുല്ല് വലിക്കണേ. അതാ ഞാൻ വലിച്ചിട്ട് പുല്ലാണോ പേളിക്കുട്ടി കടിക്കണേ? കുട്ടിപ്പട്ടാളങ്ങളും കൂടിയിട്ട് നമ്മുടെ കൂടെ വന്നേനേട്ടാ. നമ്മളവിടെ അവരെ എന്താ പറയുക അവിടെ നിർത്തിയ കാരണ എനിക്ക് അമ്മയും മക്കളും കൂടി വരികയാണെങ്കിൽ എനിക്ക് പുല്ലൊന്നും വലിക്കേണ്ട വരില്ല. നമ്മൾ വിചാരിച്ച പോലെയൊന്നല്ല. എനിക്ക് പുല്ല് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായിട്ടുണ്ട് പുല്ല് നന്നായിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇതേപോലെ ഇത്രയും കാടൊന്നും പിടിക്കാറില്ല. നമ്മുടെ ഇടയിൽ ചില സമയക്കുറവ് കൊണ്ട് വന്ന കാട് പിടിക്കില്ല കേട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ല് വലിച്ച് കഴിയാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണ്ടി വന്നു. ഞാൻ ഒരുവിധം പുല്ലിൻ്റെ കാട് അടക്കം പറിച്ചെടുക്കുക, എങ്കിലാണ് പിന്നീട് അത് മുളയ്ക്കാണ്ടിരിക്കുള്ളേ. കണ്ട ഇതേപോലെ ഇപ്പം നോക്കിയാൽ എന്തോരം പുല്ലാന്നറിയോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യണത്. ക്ലീനിങ് നടലേ. കാരണം മഴ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഒരുവിധം പഴയതൊക്കെ നാശമായി പോവും. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങേണ്ട പോലെ വരുമ്പോൾ വൃത്തിയാക്കുക, അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കുക, അങ്ങനെ ചെയ്ത് തുടങ്ങണം. നമ്മുടെ മഞ്ഞമുളക് നോക്കിയേ ഉറക്കും പിടിച്ചിട്ട് ഇവിടെ അതൊക്കെ പോയി. ചെടിക്കൊക്കെ ഒരു ഇത് വന്നു. നമ്മുടെ കുടയൊക്കെ അതുമ്പോൾ കൊളുത്തിയിട്ട് പോകണേ. മുളകുമ്പോൾ എല്ലാം മുളക് നിർത്തിയിട്ടുള്ളത് ഒരു കമ്പി ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ പുല്ലൊക്കെ വലിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ചാണകം ഇട്ട് കൊടുക്കും. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ പുല്ല് അവിടെ നിർത്തിയിട്ട് വെറുതെ ചാണകം ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ മണ്ണിട്ടാലേ ചേമ്പ് കാണില്ല, പുല്ലായിരിക്കും കൂടുതൽ വളരും. അതാണ് ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയത്. വാരിയാത്ത എങ്ങനെ ഇടയ്ക്ക് ഇരട്ടെ. നമ്മുടെ തക്കാളി വെണ്ട അങ്ങനെയുള്ള അതൊക്കെ നട്ടു കൊടുത്തതിലൊന്നും ഒരു കുഴപ്പമില്ല, ഡോറ് പിടിച്ചിട്ടൊന്നുമില്ല. നല്ല മഴ വരണ്ടേ. ഇന്ന് കൂടുതലൊന്നും പറമ്പിലൊന്നും ചെയ്യാൻ പറ്റും തോന്നണില്ല. വേഗമുള്ള പുല്ലൊക്കെ വലിച്ചിട്ട് വേഗം പോവാ വീട്ടിയ. അപ്പം ഇനി വീട്ടിൽ പോവാ. കാരണം എന്താണെന്നറിയോ, കാലത്ത് തന്നെ നല്ലൊരു മഴ കൊണ്ടുണ്ട്. ഇനിയും വീണ്ടും മഴ പെയ്ത് നിൽക്കണില്ല. പോട്ടെ. പട കൊണ്ടുവരും നമ്മളെപ്പോൾ വരുമ്പോൾ. ഇപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട്. പേളിക്കുട്ടിക്ക് മനസ്സിലായി തോന്നിട്ട് മഴ വരുന്നത്. അവൾ ആദ്യം പോയി. അതാണ് അവിടെ നമ്മുടെ ചാനൽ കൂട്ടത്തേക്ക് നിന്ന് കുറച്ചത്. രണ്ട് പച്ചനാളരെ വീണ് നോക്കണു. പറമ്പിൽ വന്ന് പോകുമ്പോഴേ ഒന്നും ഇല്ലാണ്ട് പോലൊരു സുഖമില്ല. അത് കാരണം വന്നിട്ട് 2 നാളര വീണെടുക്കണ്.
വെള്ളം വേഗം പോയി കഴിഞ്ഞു തുടങ്ങിയിട്ടാ. നന്നായി വെള്ളം നിൽക്കണ്ടായിരുന്നു. അപ്പോൾ മഴയുടെ ഒരു തോർച്ചയായപ്പോൾ ഇതെന്തത് പേളിക്കുട്ടിയോടെ ഒന്ന് കുറയ്ക്കണ്ടല്ലോ. എന്താ പേളിക്കുട്ടിയെ? ആ നമ്മുടെ പേളിക്കുട്ടി എന്താ പറയുക കുറയ്ക്കണേ. ഈ പുതിയ സ്കൂട്ടർ നമ്മളവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുതിയ വണ്ടി കണ്ടിട്ടുണ്ട്. വേറൊരു വണ്ടി കാണണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ട് അവളീ കുറയ്ക്കണേ. നമ്മൾ ആ പറമ്പിൽ നിന്ന് ഇവിടെ വന്നപ്പോഴേ വലിയ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഈ പറമ്പിലെ കുറച്ച് നമ്മുടെ സെൻറ്റുമല്ലി ഉണ്ടല്ലോ വെച്ച് കൊടുക്കാനുണ്ട് തൈകൾ. അപ്പോൾ അങ്ങോട്ട് വരികയാണ്. പക്ഷേ നമ്മുടെ കൂടെ വരാൻ നിൽക്കണവരെ നോക്ക്, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതാ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവരൊന്നും ഞാനിങ്ങോട്ട് കടത്തണില്ല. ഇനി ഞാൻ ആ പറമ്പിൽ പോണേന് വേറെ ഗുസ്തി എണ്ണിപ്പറക്കളൊക്കെ ഉണ്ടാവും ഒരു ഭാഗത്ത്. അവിടെ ഇരുന്നോ കേട്ടാ. കോഴിബാബേനൊക്കെ നോക്കിയിരുന്നോ നല്ലത്. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ നിൽക്കണുണ്ട് അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. മണ്ണുമ്പോൾ എന്താ കുഴി ഉണ്ടാക്കുക. ഇങ്ങോട്ട് കുഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്തിനാണെന്നറിയോ? കണ്ട ഇതേപോലെ കുഴി ഉണ്ടാക്കി അടിയിൽ ഗ്യാപ്പ് കിട്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് കിടക്കാമല്ലോ. നമ്മൾ ഈ ടൈലൊക്കെ വെച്ച് കൊടുത്തുള്ള അതിനാണ്. അയ്യോ എന്തൊരു ബുദ്ധി അവർക്ക്. കല്യാണിന് ഫസ്റ്റ് കുട്ടി മാന്താനായിട്ട് ആങ്ങളമാരെ കൂടെ. അപ്പം നമ്മളേ ഇതാ സെൻറ്റുമല്ലി തൈ നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. 2-3 ദിവസമായി വന്ന് ഇവിടെ മേടിച്ച് വെച്ച് നോക്കണു. അപ്പോൾ ഇതിന് മുന്നേ നമ്മളിതാ ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ദേ കണ്ടോ, ഇവിടെ കുറച്ച് നട്ട് കൊടുത്തിട്ടുണ്ട്. ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദേശമായിട്ട് എനിക്ക് ഇവിടെ സ്ഥലം ഞാൻ മുന്നേ കാട്ടി വന്നില്ലേ. ഇതേ സ്ഥലമൊക്കെ ഇത് അതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൈക്കൂട്ടെടുക്കട്ടെ. പിന്നെ നോക്കിയേ, നമ്മുടെ ഇവിടെ നിന്ന് എന്തിടണ്ട കേട്ടാ ഈ പപ്പ ഫുള്ള്. അപ്പം ഇതിൻ്റെ ഒക്കെയും ഈ താഴ്വേര് കണ്ട, താഴ്വേരാണ് എല്ലാത്തിൻ്റെ ചീഞ്ഞു പോയത്. അപ്പോൾ ഷേട്ടൻ അവിടെ കളിച്ചപ്പോൾ ആദ്യം ഇതൊക്കെ വലിച്ചിവിടെ ഇട്ടു. അയ്യോ സങ്കടം പറയണോക്ക്. എന്തേലും ഒന്ന് മിണ്ടട്ടെ അവരുടെ അടുത്ത്, അല്ലെങ്കിൽ ശരിയാവില്ല. അമ്മയുടെ കുട്ടികളൊന്നും തല്ലിവിടാണ്ടിരുന്നേ. ചെല്ലി പൊക്കോ, എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തി. ഇവർ കാണാണ്ട് ഇങ്ങോട്ട് വരണം. ചെല്ലേ അങ്ങോട്ട് പൊക്കോ അമ്മയുടെ കുട്ടികൾ. അപ്പോൾ നമ്മളുണ്ടല്ലോ സെൻറ്റുമല്ലി തൈ മേടിച്ചിട്ട് കുറച്ച് ദിവസം ഇരുന്നാൽ കാരണം ഇത്തിരി വലിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ തൈകളായിരുന്നു. അപ്പോൾ സെൻറ്റുമല്ലി തൈ നമുക്കറിയാം. അയ്യോ മഴ തുള്ളി തുടങ്ങിയിട്ടോ, ചിലപ്പോൾ എനിക്ക് മഴ കിട്ടും, നോക്കി നോക്കട്ടെ. അപ്പോൾ സെൻറ്റുമല്ലി തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി കൊമ്പൻ ചില്ലി വരണ തന്നെ. എല്ലാതും ഒരു 1.5 അടി അകലത്തിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണേ. മഴ വന്നേക്കാളും സ്പീഡിൽ പോയിട്ട് രക്ഷപ്പെട്ടു. ചില കാലത്ത് നമ്മൾ മഴ കൊണ്ടപ്പോൾ ഇതും ഓടണ്ട വന്നേനെ. അപ്പം ഞാൻ ആദ്യം ഓരോ കുഴി കുത്തിയിട്ട് പോവാ. അപ്പം പിന്നെ നമുക്ക് വേഗം വേഗം വെച്ച് കൊടുക്കാമല്ലോ. ഷായിട്ട് എന്ത് നന്നായിട്ട് മണ്ണ് കൊത്തിയിളക്കിയിട്ടതാണെന്നറിയോ. ഈ മഴ പെയ്താൽ വീണ്ടും തറഞ്ഞു. കൈക്കോട്ടുമേ കണ്ട മണ്ണ് പിടിക്കുക കളയ്ക്കുമ്പോ. എൻ്റെ ചെരുപ്പിൻ്റെ അടി നോക്കിയേ കണ്ട, ഈ കാലെടുത്ത് വയ്ക്കാൻ പറ്റണില്ല, അതേപോലെ മണ്ണ് പിടിക്കണേ. ഭയങ്കര വെയിറ്റ് കാലിൽ നീക്കുമ്പോൾ. ഇത് മുഴുവനാക്കാൻ പറ്റില്ല ഏട്ടോ, നമുക്ക് മഴ പെയ്തു. അപ്പം ഇനി ഇതിവിടെ ഒതുക്കി വയ്ക്കട്ടെ, മഴ പോയിട്ട് നടാ. കാലത്തെ പോലെ അല്ലേ മഴ കൊണ്ടിട്ട് കയറണ്ട വന്നു. നിങ്ങൾക്കുള്ളത് കൊണ്ടുവരാട്ടാ, കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാട്ടാ.
ഞാനേ മഴ പോയപ്പോഴേ നടാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. പക്ഷെ പെട്ടെന്ന് നോക്കി നല്ല വെയില്. ആ മഴ പോയി കഴിഞ്ഞോടുകൂടി വെയിൽ എന്ന് പറഞ്ഞാലേ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനും ഭേദം മഴയുള്ളത് നല്ലതെന്ന്. അത്രയും ചൂട്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു കട്ട അങ്ങനെ ഫുള്ള് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയ്ക്കും കൂടി ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ഇനിയും വെക്കാനുണ്ട്. ഇനി ഇതിനുള്ള സ്ഥലം വേറെ റെഡിയാക്കണം, എന്നിട്ട് ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ നല്ല വെയിൽ സഹിക്കാൻ പറ്റില്ലല്ലേ ചൂട്. അത്രയും ചൂട് തോന്നാം. ഓ കുട്ടിപ്പട്ടാളങ്ങൾ നിൽക്കണമെങ്കിൽ ഞാൻ ആ സൈഡിലെല്ലാം പണിത്. അപ്പം അപ്പുറത്തോ നിൽക്കുക. ആ മേശയമ്മയ്ക്ക് പൊത്തി പിടിച്ച് കയറുന്നുണ്ട്. എന്താ ഇത്ര ബഹളം? എന്തിത്ര ബഹളം? തിന്നാനൊക്കെ തന്നിട്ടുണ്ടല്ലോ. വെയിലുദിച്ച കാരനാണോ? ഗിനികളാണ് ഇതേപോലെ സൗണ്ട് എടുക്കണേ. വെയിലുദിച്ചപ്പോഴേ അവർക്കും ഒരു സന്തോഷം, ചൂട്ടത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ. പിന്നെ നമ്മുടെ ഹാങ് ഇട്ടോണത് കണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ നമ്മുടെ ഈ ചട്ടി വെയിൽ ഇങ്ങനെ ഫുള്ളിടാനായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ചട്ടി വെയിൽ ഒന്നും ശരിയാവണില്ല. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ കുട്ടിപ്പട്ടാങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ കാക്കകൾ വരും. അവരിതിൽ ഇരുന്നിട്ട് ഊഞ്ഞാലാടുക. അപ്പോൾ അവരെ കാലോട്ട് ഇങ്ങനെ പൊട്ടി വീണിട്ട് ഇതൊക്കെ നാശമായി. അപ്പം ഞാൻ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുന്ന ചെടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിൽ നിന്നിരിക്കുമ്പോൾ നാശാവണില്ല. അപ്പോൾ ഇത് വേറെ പുറത്ത് കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു 5-6 കൂടി വേണ്ടോ. ബാക്കി അവിടുന്ന് പകുതി എന്നുള്ളത് ആയിട്ടുണ്ട് നമുക്ക്. അതേപോലത്തെ പക്ഷേ തട്ടുവേലി കിടക്കണേൻ്റെ ഭംഗി എനിക്ക് തോന്നണില്ല. തട്ടുവേലി എടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. നമ്മുടെ പണ്ടത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ പറയാം, നല്ലതായിട്ട് ചട്ടി ഇങ്ങനെ കവർ ചെയ്ത് നല്ല ഇറക്കത്തിൽ ഇങ്ങനെ കിടന്നിരുന്നു. ഇതേ കണ്ട അടിയിലേക്കൊക്കെ കണ്ട കൊഴിച്ചിട്ടാണ് കാക്കകൾ കയറിയിട്ടാ. വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ, എന്നാലും കളയണമൊന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ ചട്ടിവയൽ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 കൊല്ലത്തിൻ്റെ അടുത്തേക്കായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അതേപോലെ ആക്കി വയ്ക്കണം. എന്താ മെസ്സിക്കുട്ടത്തെ നാളെ പൊളിക്കാനുള്ള പുറപ്പാടുണ്ട്. ഇവിടെ കുറച്ച് പേര് ഈ സ്റ്റൂളിനൊരു തീരുമാനമാക്കാനുള്ള പുറപ്പാടുണ്ട്. ഒരാളിത് നല്ല എൻ്റെ കപ്പ് എടുത്ത് കിട്ടിയിട്ടുണ്ടല്ലോ. ദൈവമേ, ഈ കപ്പ് എനിക്ക് മേടിച്ച് കൊണ്ട് പോകണം കേട്ടാ. എൻ്റെ കപ്പിന് ഇപ്പോൾ തീരുമാനമാക്കും. ആ കപ്പ് എനിക്ക് തന്നെ ദേ. അതിൻ്റെ ഇടയിൽ നോക്കി ഒരാൾ ചുളിവിൽ എൻ്റെ ഉടുപ്പ് പിടിച്ച് വലിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ വികൃതി തരങ്ങൾ. എൻ്റെ അമ്മേൻ്റെ ഉടുപ്പ് ഇപ്പോൾ കയറും. വിട് എൻ്റെ ഉടുപ്പ് രണ്ടാമത്തെ ആളും വന്നു. ഞാൻ വേഗം ക്യാമറ ഓഫാക്കിയിട്ട് എൻ്റെ ഉടുപ്പ് പിടിക്കാൻ നോക്കട്ടെ കേട്ടാ, അല്ലെങ്കിൽ ഒരു ഇത് കയറും. പക്ഷെ ഇതിന് മുന്നുണ്ടല്ലോ ഒരു അലമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ആ അലമ്പ് നടന്നതിന് ശേഷം ഒരാൾ ഇതാ ഷായേട്ടൻ്റെ മടിയിൽ ഇത് എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. കണ്ട കടിയൊക്കെ കിട്ടി വേദനയൊക്കെ എടുത്ത്. ആൾ മോശമൊന്നും ഉണ്ടായിരുന്നില്ല. റൊണാൾഡോ മറഡോണയായിരുന്നു. വേദന എടുത്തു കഴിഞ്ഞാൽ പരിക്കുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയത്. പക്ഷെ വേദന കിട്ടി കഴിഞ്ഞാൽ ഈ ഇരിപ്പാണ് പാവം തോന്നും നമുക്ക്. നമ്മളൊരാൾ അവരെടുത്ത് കുറേ നേരം മടിയിൽ ഇങ്ങനെ ഇരിക്കണം. കണ്ടോ എന്ത് സങ്കടം നോക്കിയാൽ അവൻ്റെ മുഖത്ത്. റൊണാൾഡോ മോനെ ഇതാ പൊന്നിന് വേദന എടുത്തിടാ. ഉഷാരില്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കും വിഷമിച്ച്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറുമ്പന്മാർ വലുതായി വരുന്നതിനനുസരിച്ചുള്ള ഓരോ പരിപാടികൾ ഇവിടെ. ഒരാളെടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വന്ന് തൊടണമല്ലോ. എന്താ അവനെ മാത്രം എടുത്തിരിക്കണേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. അതാണ് മെസ്സിക്കുട്ടത്തെ വന്ന് പൊത്തുപിടിച്ച് കയറാൻ നോക്കണ്. പ്രായത്തിന് വന്ന് ചുറ്റിപ്പറ്റി, നെയ്മർ വന്ന് ചുറ്റിപ്പറ്റി. എന്താ അവിടെ ആ സ്റ്റൂളിൻ്റെ ഒരു തീരുമാനമാക്കുന്നുണ്ട്. അതിൻ്റെ ഇതാണ് ഇവിടെ കാണുന്നത്. കല്യാണി കടിച്ചു തിന്നെ സ്റ്റൂളിൻ്റെ കാലല്ലേ കല്യാണി കുട്ടിയെ. ഒന്നും തന്നിട്ടില്ലല്ലോ കഴിക്കാൻ. ഇങ്ങനെ ഒരു വികൃതി കൂട്ടന്മാർ. ഇവർ ഇതേപോലെ കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് കൊണ്ടിരിക്കുക പെട്ടെന്ന് ഒരു കടിപിടി കൂടും. അപ്പോൾ അങ്ങനെ കടിപിടി കൂടിയിട്ടാണ് ഇപ്പോൾ റൊണാൾഡോ വേദന എടുത്തിട്ട് ഷായറിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അലമ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പോൾ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.